ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA നാച്ചുറൽ സയൻസ് ഏതൊക്കെ ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാം, ബെറ്റർ ഏത് ജില്ലയാണ് എന്നുള്ളതാണ്. എല്ലാ ജില്ലയും ബെറ്റർ തന്നെയാണ്, ആദ്യമേ അത് പറഞ്ഞോട്ടെ. എന്നാലും നമ്മൾ ഉദ്യോഗാർത്ഥികൾ എന്ന നിലയ്ക്ക് ജോലി കിട്ടാൻ എളുപ്പം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഏത് ജില്ലയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പറയുമ്പോൾ ആദ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. കാരണം ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ മാത്രമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള താല്പര്യമനുസരിച്ച് ഇഷ്ടമുള്ള ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ പറയുന്നത് കേട്ടതുകൊണ്ട് ഇന്ന ജില്ലയിലെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല, ആ ഒരു രീതിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നിരുന്നാൽ തന്നെയും നമ്മൾ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ റൊട്ടേഷൻ ചാർട്ടും നമ്മുടെ റിസർവേഷൻ പോസിബിലിറ്റീസ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് ഒന്ന് പെട്ടെന്ന് പറയുന്നു, അത്രേ ഉള്ളൂ. ഇതുവരെ ഇനി 4-5 ദിവസം കൂടെ ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി അപ്ലൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടമുള്ള ജില്ലകൾ തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ. പരമാവധി സ്വന്തം ജില്ലയിൽ പഠിച്ച് പരീക്ഷ എഴുതി സ്വന്തം ജില്ലയിൽ തന്നെ ജോലി നേടുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ HSA പോലുള്ള HSST പോലുള്ള HST പറ്റത്തില്ല, സ്റ്റേറ്റ് വൈസ് ആയതുകൊണ്ട്. ഡിസ്ട്രിക്ട്സ് വൈസ് എഴുതുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ നിയമനം സാധ്യതയുള്ള ജില്ലയെന്ന് തിരഞ്ഞെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് HSA പോലുള്ള പോസ്റ്റുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് നോക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അത് നോക്കുമ്പോൾ തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ ജില്ല മാറി അപ്ലൈ ചെയ്യുമ്പോൾ, കാരണം നമുക്കറിയാവുന്നതാണ്, നമ്മൾ ജില്ല മാറി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മറ്റു ജില്ലയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ജില്ലയിൽ നിന്ന് മറ്റു ജില്ലയിൽ നമ്മൾ ഏകദേശം 5 വർഷത്തോളം ജോലി ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ വരുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജില്ലയിലേക്ക് പോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ട്രാൻസ്ഫർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും പോസിറ്റീവ് ഇമ്പാക്റ്റും പലതരത്തിലും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പോയി എഴുതി അവിടെ തന്നെ 5 വർഷത്തോളം നിന്ന് ജോലി ചെയ്യാൻ സാഹചര്യമുള്ളവരൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ സ്ഥിതി അനുസരിച്ച് PSCയുടെ റാങ്ക് ലിസ്റ്റിന്റെ രീതി അനുസരിച്ച്, നമ്മുടെ വേക്കൻസികളുടെ എണ്ണം അനുസരിച്ച്, സ്കൂളുകളുടെ എണ്ണം അനുസരിച്ചൊക്കെ നമ്മൾ ഏത് പോസ്റ്റിലേക്കായിരുന്നാലും നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം ജോലി കിട്ടാൻ സാധ്യതയുള്ള ജില്ലയിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് പഠിച്ച് എഴുതി അവിടെ ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇന്നൊരു ജോലിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, എവിടെ വർക്ക് ചെയ്യുന്നുള്ളതല്ല, ഒരു ജോലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ നോക്കാനുണ്ട്. HSA ആകുമ്പോൾ ഇത്രയൊന്നും കൂലകഷമായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എത്രത്തോളം നിയമനങ്ങൾ നടന്നു എന്നുള്ളതും അതുപോലെ തന്നെ സംവരണ സാധ്യതയും ഓരോ ജില്ലയിലും നിലവിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന അപേക്ഷകരുടെ എണ്ണവും നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫും ഒക്കെ നമ്മൾ പരിശോധിക്കണം. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ആവറേജ് നമ്മൾ കഴിഞ്ഞ പരീക്ഷയിൽ എഴുതിയ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ജില്ല. ട്രിവാൻഡ്രം ആണെങ്കിൽ 1061, മലപ്പുറം ആണെങ്കിൽ 2241, ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനൊക്കെ കുറച്ചുകൂടി വ്യത്യാസം വരും, അത്ര നോക്കിയാൽ മതി. കട്ട് ഓഫ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷാ രീതികളും ലിസ്റ്റ് ഇടുന്നതിന്റെ ബാഹുല്യം ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ കട്ട് ഓഫുകളൊക്കെ മാറി തിരിഞ്ഞും ഒക്കെ വരും, ഒരുപാട് ഡിഫറൻസ് വരും. കാരണം നമ്മുടെ ഇപ്പോഴുള്ള LP UPയുടെ എക്സാം നടന്നപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ. കട്ട് ഓഫ് വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ എത്രത്തോളം നിയമനം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സംവരണം എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പ്രധാനമായിട്ടും HSA നാച്ചുറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമനങ്ങളിൽ 1.5 വർഷം കൂടി നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഏതൊക്കെ ജില്ലകളിൽ എത്ര നിയമനം നടക്കും, ഇനി അവിടെ എത്രത്തോളം പോസ്റ്റ് വരാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ആവറേജ് മനസ്സിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കാരണം നമ്മൾ HSAയുടെ കാര്യം നോക്കുമ്പോഴത്തേക്ക് സ്കൂളുകളുടെ എണ്ണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ മധ്യ തിരുവിതാംകൂറിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, ആലപ്പുഴ, എറണാകുളത്തിന്റെ കുറെ ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഏരിയാസ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ സാധാരണയായിട്ട് കൂടുതലും എയ്ഡഡ് സ്കൂളുകളുടെ ബാഹുല്യം ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ, അൺഎയ്ഡഡ് സ്കൂളുകളുടെ ബാഹുല്യം ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെ വരുന്ന ഡിവിഷനുകളുടെ എണ്ണം കുറവായതുകൊണ്ട് വേക്കൻസികൾ ധാരാളം
ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റാങ്ക് ഇപ്പോൾ നടന്ന അഡ്വൈസുകൾ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയും പത്തനംതിട്ടവും കോട്ടയവും എറണാകുളവും ഇടുക്കിയും ഒക്കെ എറണാകുളം ഒക്കെ വളരെ കുറച്ച് നിയമനങ്ങളാണ് അല്ലെങ്കിൽ അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ഓക്കെ, പിന്നെ സാധാരണ ഇതിൽ വയനാടും അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയൊക്കെ വളരെ കുറച്ച് നിയമനം നടക്കുന്ന ജില്ലയുമാണ്. ഓക്കെ, അതിൽ മെജോറിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു HSA നാച്ചുറൽ സയൻസ് നന്നായിട്ട് പഠിച്ച് എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റും, എന്ത് വില കൊടുത്തും ഈ ജോലി ഞാൻ നേടിയെടുക്കും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജില്ലകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരമുണ്ട്, അതുപോലെ തന്നെ പാലക്കാടുണ്ട്, മലപ്പുറമുണ്ട്, അതുപോലെ തന്നെ കണ്ണൂറും കാസർഗോഡും. ഓക്കെ, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട്, അതുപോലെ തന്നെ ട്രിവാൻഡ്രം, കൊല്ലം. ഓക്കെ, പിന്നെ ചില കാറ്റഗറികൾ, ചില റിസർവേഷൻ കാറ്റഗറികൾക്ക് തൃശ്ശൂർ ബെറ്റർ ആണ്. അത് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, റിസർവേഷൻ ചാർട്ടിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത്തരം ഈ പറയുന്ന ജില്ലകൾ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടമുള്ള ആ പറഞ്ഞ ജില്ലകളിൽ നിന്നും കട്ട് ഓഫ് അല്ല, ഇപ്പോൾ നടന്നിരിക്കുന്ന നിയമനങ്ങളുടെ നില നോക്കിയിട്ട് അതിന്റെ ഒരു ആനുപാതികമായിട്ട് നിയമനങ്ങൾ ഈ 1.5 വർഷം കൊണ്ട് നടക്കാം. ഇനി ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട്, ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ചിട്ട് കുറച്ച് നിയമനങ്ങളിലൂടെയൊക്കെ വരാം. ഓക്കെ, നടക്കാം എന്ന് കഴിഞ്ഞാലും വീണ്ടും അവിടെ വേക്കൻസികൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ട്രിവാൻഡ്രത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം 25/8/2023 നിയമനം നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതിൽ OC ഓപ്പൺ കോമ്പറ്റീഷനിൽ 8 പേരെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് OC നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ, 1.5 വിട്ടുള്ള 1, 3, 5, 7 എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ OC നടന്നുകൊണ്ടിരിക്കും. 2, 4, 6, 8 എന്ന് പറയുന്ന രീതിയിൽ എന്ത് നടക്കും, റിസർവേഷൻ കാറ്റഗറികൾ പോയിക്കൊണ്ടിരിക്കും. അതിൽ ഓരോന്നിനും ഓരോ ടേണുകളുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പം ഈഴവ അതിൽ 11ാമത്തെ, അതായത് 11 പേരല്ല ഈഴവ, നിങ്ങൾക്കറിയാം, അത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. 11 പേരെ ഈഴവാസ് എടുത്തൊന്നല്ല, 11ാമത്തെ റാങ്കിലുള്ള ആള് ഈഴവ പോയിട്ടുണ്ട്. SC 18ാമത്തെ ആള് പോയിട്ടുണ്ട്. ST ഒന്നും തന്നെ ഇല്ല, റാങ്ക് ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് നിയമനം നടന്നിട്ടില്ല. അല്ലെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ 16 പേരെ എടുത്തിട്ടുള്ളൂ. 16 പേരാകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ രീതി അനുസരിച്ച് PSC ആദ്യം ഇടുന്ന റാങ്ക് ലിസ്റ്റ് മൊത്തം 29 പേരാണ് അവിടുത്തെ മെയിൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. 29 പേരാകുമ്പോൾ PSC ഇടുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്നത് 20 പേര് വെച്ചുള്ള യൂണിറ്റ്, പിന്നെ 9 വെച്ചുള്ള അടുത്ത യൂണിറ്റ്. അതിൽ 20 ആദ്യത്തെ റൊട്ടേഷൻ 20 പേര് തീർന്നിട്ടില്ല, ആകെ 16 പേരല്ലേ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയാൽ മതി. ആ 16 പേരിൽ എവിടെയെങ്കിലും ST വരുന്നുണ്ടോ? ST വരാത്തത് കൊണ്ടായിരിക്കാം റിസർവേഷനിൽ ST എടുക്കാത്തത്, അല്ലെങ്കിൽ OCയിൽ ST ഇല്ല, അതുകൊണ്ട് അവിടെ ST നിയമിച്ചിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ മുസ്ലിം 19ാമത്തെ റാങ്കുകാരൻ, LCA 26ാമത്തത്, OBC ആരും തന്നെ ഇല്ല, അതുകൊണ്ട് എടുത്തിട്ടില്ല. ഇല്ലെന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് OBC പോയിട്ടില്ല. വിശ്വകർമ്മ 23ാമത്തെ പോയിട്ടുണ്ട്. SIUC നാടാർ എന്ന് പറയുന്ന വിത്തിൻ OC, അതായത് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഒരാള് പോയിട്ടുണ്ട്. ഓക്കെ, ഒരാൾ പോയി, അതായത് SIUC നാടാർ എന്ന് പറയുന്ന റിസർവേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് 38ാമതേ വരത്തുള്ളൂ, ആകെ 16 വരെ എടുത്തിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് SIUC നാടാർക്ക് റിസർവേഷൻ കിട്ടത്തില്ല. പക്ഷെ അയാള് OCയിൽ വന്നിട്ടുണ്ട്, ഓപ്പൺ കോമ്പറ്റീഷനിൽ SIUC വന്നിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് എടുത്തിട്ടുണ്ട്. ബാക്കി HN ഇല്ല, ഹിന്ദു നാടാറിൽ പോയിട്ടില്ല, മറ്റേ ഷെഡ്യൂൾഡുകാർ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് പോയിട്ടില്ല, ധീവര ഇല്ല. EWS ഒരാള് പോയിട്ടുണ്ട്. EWS സപ്ലി 0 ഒരാള് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, അതായത് 8 പേരെ OCന്ന് എടുത്തിട്ട് എട്ടാമത്തെ ആള് റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നായിരിക്കും പോയിട്ടുള്ളത്. റിസർവേഷൻ ആണ് 8ാമത്തെ പോകുന്നത്, 8ാമത്തെ ആള്. അടുത്ത 9ാമത്തത് വരുന്നത് ഒരു OC ആണ്. 9ാമത്തെ വരുന്ന ഒരു OC ആണ്. പക്ഷെ 9ാമത്തെ OCക്ക് നിയമനം കിട്ടത്തില്ല. പകരം 9, 19, 29, 39 ഇങ്ങനെ പോകുന്നത് EWSനാണ്. അപ്പൊ 9ാമത്തെ ആള് അവിടെ EWSൽ നിന്നും പോയിട്ടുണ്ട്. EWSൽ നിന്നൊരു വേക്കൻസി പോയിട്ടുണ്ട്. അപ്പൊ നോക്കിയോ, ഇനി 100 പേര് 100 എത്തുന്നത് വരെ എന്താ പറയാ, അടുത്തത് ഇനി 19ാമത്തെ ആളാകുമ്പോഴത്തേക്ക് 19ാമത്തെ മെറിറ്റ് റൊട്ടേഷൻ ആകുമ്പോഴത്തേക്ക് MR റൊട്ടേഷൻ ആകുമ്പോൾ മാത്രമാണ് അടുത്ത EWS വരുന്നത്. പിന്നെ 29 ആകുമ്പോൾ അങ്ങനെ പോകും. ഓക്കെ,
അപ്പൊ അങ്ങനെ EWS എടുത്തിട്ടുണ്ട്. അങ്ങനെ 16 പേരെയാണ് ആകെ അഡ്വൈസ് അയച്ചിട്ടുള്ളത്. ഇനി നോക്ക്, നമ്മൾ തിരിച്ച് പാലക്കാടിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം 18 പേര് ഓപ്പൺ കോമ്പറ്റീഷൻ, 18 പേര് ഈഴവ, SC 18 പേരല്ല, 18ാമത്തെ ഈഴവ, SC 36, ST എല്ലാ ST ഫുൾ എടുത്ത് കംപ്ലീറ്റ് ആയി. SC ആരും ഇല്ല ഇനി എടുക്കാൻ, സോറി ST ആരും ഇല്ല. അപ്പൊ നോക്കിക്കൊള്ളണം. അപ്പൊ നിങ്ങൾ ST കാരുണ്ടെങ്കിൽ ബെറ്റർ ജില്ലയാണ്, ST ഉണ്ടെങ്കിൽ ബെറ്റർ ജില്ലയാണ്. അവിടെ ഇനി റൊട്ടേഷൻ ഒന്നും ഇല്ല, കടമൊന്നുമില്ല, അവിടെ ഇനി വെട്ടെടുത്ത് കാര്യങ്ങളൊന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് ST കാർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ജില്ലയായിരിക്കും പാലക്കാട് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഓരോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റുന്നുണ്ട്. SC കൺവെർട്ടഡ് ക്രിസ്ത്യൻ ഒന്ന് പോയിട്ടുണ്ട്, ധീവര ഒന്ന് പോയിട്ടുണ്ട്. അപ്പൊ നോക്കിക്കൊള്ളണം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ റിസർവേഷൻ ബേസ് ചെയ്ത് ഓരോന്നും നമ്മളിങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യാം, ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന ജില്ലകളിൽ ഏത് ജില്ലകളിൽ നമുക്ക് ഇനി അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്കത് പിടികിട്ടും. ഞാൻ ഓരോന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. WOC എന്നിട്ടുള്ളത് വിത്തിൻ, അതായത് ആ കാറ്റഗറിയിൽ റിസർവേഷൻ വരുന്നതിന് മുമ്പ് തന്നെ അവരെന്തുണ്ടായിരുന്നു, അവർ OC ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവരെ നിയമിച്ചു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് HSA നാച്ചുറൽ സയൻസിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാസർഗോഡ്, കണ്ണൂര്, പാലക്കാട്, മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം, പിന്നെ ലാസ്റ്റ് തൃശ്ശൂരും ഞാൻ പറഞ്ഞു, ഈ ജില്ലകളിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലകൾ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഈ ചാർട്ട് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഈ ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ PSC എടുത്ത റിസർവേഷൻ ചാർട്ട്, ഈ റിസർവേഷൻ ചാർട്ടുകൾ നോക്കിയിട്ട് തയ്യാറാക്കിയത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. PSC സൈറ്റിൽ കയറി കഴിഞ്ഞാൽ റിസർവേഷൻ ചാർട്ടും ഈ നമ്മുടെ ഇപ്പോഴത്തെ അഡ്വൈസ് ലിസ്റ്റ് ആണിത്. പോയിരിക്കുന്ന ഓരോ ജില്ലയുടെ അഡ്വൈസ് ആണ്. കോട്ടയത്ത് പോയിരിക്കുന്ന അഡ്വൈസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. അത് വെച്ചിട്ടാണ് ഈ ചാർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്ന, ഇപ്പൊ ഒരെണ്ണം ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കിയോ, കോട്ടയത്ത് ഒരാളെയാണ് എടുത്തിരിക്കുന്നത്. കോട്ടയത്ത് ഒരേ ഒരാളെയാണ് എടുത്തിരിക്കുന്നത്. ഒരേ ഒരു അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. കോട്ടയം ഒരേ ഒരാളാണ് പോയിരിക്കുന്നത്. അതില് കോട്ടയം നമ്മൾ നോക്കിയാൽ നിൽ എല്ലാം നില്ലാണ് കിടക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയിലും പരാമർശിച്ചിട്ടില്ല. കാരണം ഞാൻ നേരത്തെ ആ ചാർട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ള മാനദണ്ഡങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. PH എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടാറില്ല, അതിൽ മെയിൻ റാങ്ക് ലിസ്റ്റിലോട്ട് ഉൾപ്പെടുത്താറില്ല. ബൈ ട്രാൻസ്ഫറുകൾ, TP, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കും അവിടെ പോയിട്ടുള്ളത്. അതുകൂടാതെ വേറെ പോയ മറ്റു ജില്ലകളിൽ ഒരു നിയമനം നടന്നിരിക്കുന്നത് ഇല്ല. ഓക്കെ, 2 എണ്ണേ ഉള്ളു. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കിയ ഒന്നാമത്തെ ഓപ്പൺ കോമ്പറ്റീഷന് കൊടുത്തിട്ടുണ്ട്. 2 പേരെ എടുത്തപ്പോഴത്തേക്ക്, അതായത് ഇടുക്കിയിൽ 2 പേരെ 2 അഡ്വൈസ് അയച്ചപ്പോഴത്തേക്ക് ഒന്നാമത്തത് ഓപ്പൺ കോമ്പറ്റീഷന് പോയിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു വിത്തിൻ OCയും പോയിരിക്കുകയാണ്. വീണ്ടും ഒരു OC തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷെ ഒന്നാമത്തത് നമ്മൾ ആ ചാർട്ട് അനുസരിച്ച് എന്തുകൊണ്ട് വികലാംഗന ആദ്യം കൊടുത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പത്തെ റാങ്ക് ലിസ്റ്റിൽ വികലാംഗന കിട്ടിപ്പോയി കാണും. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റില്, ക്യാൻസൽ ആയ റാങ്ക് ലിസ്റ്റില് അയാളുടെ റൊട്ടേഷൻ തീർന്നു. അടുത്തത് വരണമെങ്കിൽ എത്രയോ അവസാനിച്ചതായിരുന്നു. അപ്പൊ ഇനി വരണമെങ്കിൽ എത്രയോ കറങ്ങി തിരിഞ്ഞേ അതിലേക്ക് വരത്തുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും OC കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നിങ്ങൾ എവിടെ, എങ്ങനെ, ഏത് രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എല്ലാം വെള്ളമാവുന്ന രീതിയിൽ വളരെ ടൈം ടേബിൾഡ് ആയിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ ഡെഡിക്കേറ്റീവായിട്ട്, ഡിസിപ്ലിനായിട്ട്, വളരെ ഡിസിപ്ലിനായിട്ട്, വളരെ ഡിറ്റർമിനേഷനോടുകൂടി 3D നമ്മൾ പറയുന്നത് 3D സ്റ്റൈലിൽ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. നല്ല ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം, നല്ല ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം, നല്ല ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ നമ്മൾ HSA കണ്ടു കഴിഞ്ഞാൽ മാത്രമേ, വേറൊരു പരീക്ഷയ്ക്കും പഠിക്കുന്ന പോലെയല്ല, ആ ഒരു ലെവലിൽ HSAക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. നമ്മൾ എഴുതാൻ പോകുന്ന ജില്ലയിൽ നമ്മളൊരു 10നുള്ളിൽ 1ാം റാങ്കിലേക്ക് എത്താനായിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. പിന്നെ പറയുകയാണ്, ഒരു 10നുള്ളിൽ എത്താനായിട്ട് എല്ലാവരും ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ജില്ലയിൽ ജോലി കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ ജില്ലകളിൽ, മറ്റുള്ള ജില്ലകൾ കാര്യമാക്കണ്ട, പറഞ്ഞ ജില്ലകളിൽ തീർച്ചയായിട്ടും നമുക്ക് ജോലി കിട്ടിയിരിക്കും.
അപ്പൊ നമുക്കറിയാം ഒരു 50,000 പേര് എഴുതി കഴിഞ്ഞാൽ 500 പേരായിരിക്കും ജോലി കിട്ടണമെന്നും പറഞ്ഞ് പഠിക്കുന്നത്. ആ 500 പേരിൽ ഒരു 250 ആയിരിക്കും കിട്ടിയേ പറ്റൂ, എങ്ങനെയെങ്കിലും പഠിക്കണം എന്നും ഉപയോഗിച്ച് എവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്ത് കോച്ചിങ്ങിന് പോയിട്ട് നോട്ടൊക്കെ എടുത്ത് പഠിക്കുന്നത്. ആ 250 ചിലപ്പോൾ 100 പേരായിരിക്കും ഞാൻ ഇതും കൊണ്ടേ പോകൂ, ഇതില്ലാതെ എന്റെ ജീവിതമില്ല എന്നുള്ളൊരു ലെവലിൽ പഠിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് എക്സാം കിട്ടുന്നത് ഈ 10-നുള്ളിലൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ പഠിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം സ്റ്റാൻഡേർഡുള്ള SCRT മലയാളം ടെക്സ്റ്റും അതുപോലെ തന്നെ +1 +2 SCRT ഓർ NCRT രണ്ടും സെയിം സിലബസ് തന്നെയാണ്. അത് നന്നായിട്ട് വായിച്ച് ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കണം. കാരണം മലയാളം ടേംസുകളെല്ലാം കിട്ടുന്നത് അതിൽ നിന്നാണ്. അപ്പൊ അത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവൽ ഓരോ സബ്ജക്ട് ഓരോ ടോപ്പിക് നമ്മൾ പഠിക്കുമ്പോൾ ഡിഗ്രി ലെവൽ ബേസിക് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. ഡിഗ്രി ലെവൽ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം. കാരണം നമുക്കറിയാം ഇപ്പൊ കാറ്റഗറി 3 നാച്ചുറൽ സയൻസിന്റെ കേറ്റിന്റെ എക്സാം നടന്നപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നല്ല നല്ല ഡീപ്പായിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നല്ല ഡീപ്പായിട്ട് കൺസെപ്റ്റ് നല്ല ഡീപ്പായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കണം ഓരോ കാര്യങ്ങളും, അതിന്റെ മലയാളവും. ഇപ്പൊ ഒക്ടറ്റ് എന്ന് പറയുന്നത് നമ്മൾ DNA പാക്കിംഗ് പഠിക്കുമ്പോഴത്തേക്ക് ഈ ഹിസ്റ്റോൺസ് വന്നിട്ട് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻ വന്നിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് അഷ്ടകങ്ങളായിട്ട് മാറുമെന്നും പറഞ്ഞ് നമ്മൾ പഠിക്കത്തില്ലേ? 6 ലെവലിൽ പഠിക്കുമല്ലോ. 8 ഹിസ്റ്റോണുകൾ ചേർന്നിട്ട് ഒരു ഒക്ടറ്റ് കംപ്ലീറ്റ് ആവും എന്ന് പറഞ്ഞ് 8 എണ്ണം 8 വന്നിട്ടില്ല. H1 H2 H3 പ്രോട്ടീൻസ് ഒക്കെ വന്നിട്ട് H1 ഇല്ല, H1 വേറെ. H1 എന്ന് പറയുന്നത് ലിങ്കർ പ്രോട്ടീൻ ആണ്. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ പ്രോട്ടീനിൽ വന്നിട്ട് അത് ഒക്ടറ്റ് ആയിട്ട് മാറും. ആ ഒക്ടറ്റിലേക്കാണ് ഒരു നൂലിൽ മുത്ത് കോർത്തതുപോലെ എന്ത് ചെയ്യുന്നത് നമ്മുടെ DNA ചുറ്റി പിണയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ലെവലിൽ നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒക്ടറ്റ് എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല, അല്ലേ? നമ്മള് ഇപ്പൊ H2A എന്ന് പറയുന്ന പ്രോട്ടീൻ, H2B എന്ന് പറയുന്ന പ്രോട്ടീൻ, H3 എന്ന് പറയുന്ന പ്രോട്ടീൻ, H4 എന്ന് പറയുന്ന പ്രോട്ടീൻ, ഇത് 4 എണ്ണം. ഇത് 4 ജോഡികളാണ്. H2A 2 എണ്ണം ഉണ്ട്, H2B 2 എണ്ണം, H3 2 എണ്ണം, H4 2 എണ്ണം. അങ്ങനെ 2 4 × 2 8, അങ്ങനെ 8 എണ്ണമാണ് ചേർന്നിട്ട് എന്താവുന്നത് 4 5 6 7 8, അങ്ങനെ 8 എണ്ണമായിട്ട് ചേർന്നിട്ട് അതൊരു അഷ്ടകമായിട്ട് ഒക്ടറ്റ് ആയിട്ട് മാറും. ഇതിങ്ങനെ എന്നിട്ട് ഇതിലാണ് DNA എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചുറ്റി പിണഞ്ഞ് ഇങ്ങനെ പേരിട്ട് മുത്തിൽ മാല കോർത്ത പോലെ തന്നെ അടുത്ത അഷ്ടകം അങ്ങനെ രൂപപ്പെടും. അങ്ങനെ പോകുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, അഷ്ടകവുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ബന്ധമില്ലാത്ത ഹിസ്റ്റോൺ ഏത്? ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്നൊക്കെ ചോദിക്കാം. അത് H1 ആണ്. 5 പ്രോട്ടീനുകളുണ്ട്. H2A H2B H3 H4 കൂടാതെ H1 എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. H1 എന്ന് പറയുന്നത് അത് ലിങ്കർ പ്രോട്ടീൻ ആണ്. അതിനെ നമ്മൾ ലിങ്കർ പ്രോട്ടീനുകളെന്നാണ്. ലിങ്കർ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DNA തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രോട്ടീൻസ്. അപ്പം അല്ലെങ്കിൽ H1 ഹിസ്റ്റോൺസ് എന്നൊക്കെ നമ്മൾ പറയും. H1 ഹിസ്റ്റോൺസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അങ്ങനെ മലയാളവും ഈ ഡീറ്റെയിലിങ്ങും ഇതിനകത്തോട്ട് കയറി ചെന്ന് ആ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യം, അല്ലാതെ വെളിയിൽ നിന്ന് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ രൂപപ്പെടുന്ന ഈ അഷ്ടകത്തില് DNA ചുറ്റിപ്പിണഞ്ഞുണ്ടാകുന്ന ഈ സ്ട്രക്ചറിനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നതെന്നും, അല്ലെ? അങ്ങനെ ആണ് DNA പാക്ക് ചെയ്ത് പോകുന്നതെന്നൊക്കെ ഉള്ളത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് കയറി പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ, പഠിക്കുക മാത്രമല്ല അതിലെ മലയാളം ടേമുകൾ, മലയാളം വാക്കുകൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം അതിൽ നിന്ന്. എങ്കിൽ മാത്രമാണ് നമ്മൾ പരീക്ഷയെ കറക്റ്റ് ചോദിക്കുമ്പോഴത്തേക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ അഷ്ടകവുമായിട്ട് ബന്ധമില്ലാത്ത ഹിസ്റ്റോൺ ഏത്? അത് H1 ആണ്. H1 ലിങ്കർ ആണ്. ഓക്കെ, ബന്ധിപ്പിക്കുന്ന പ്രോട്ടീൻ അല്ലെ, ബന്ധന മാംസ്യം എന്നറിയപ്പെടുന്ന ബന്ധിപ്പിക്കുന്ന പ്രോട്ടീൻ ആണ് ഈ DNA പാക്കിങ്ങിൽ. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഡിഗ്രി ലെവല് PGയുടെ ഒരു ബേസിക് ലെവൽ വരെ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്കും എത്തണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ എത്രത്തോളം പാർട്ട് ബി എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നുവോ അതിനേക്കാളും ഉപരിയായിട്ട് അതിലൊരുപടി മുന്നിൽ നിങ്ങൾ പാർട്ട് എ എന്ന് പറയുന്ന ജനറൽ സബ്ജക്റ്റ് പഠിക്കുവാൻ തയ്യാറാകണം. സാധാരണ ടീച്ചർമാർക്ക് പറ്റാത്തൊരു കാര്യമാണ്, അവർ മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. സാധാരണ ഒരു PSC കുട്ടി ചെയ്യുന്ന പോലെ ഒരു ഗൈഡ് വാങ്ങിച്ച് കംപ്ലീറ്റ് GK കുത്തിയിരുന്ന് കാണാതെ പഠിക്കും. പക്ഷെ അതിലുള്ള ഇംഗ്ലീഷ്, മാത്സ്,
അതുപോലെ തന്നെ മലയാളം ഇത് അവസാനം 1-2 ദിവസത്തേക്ക് വെച്ചിരിക്കും, നോക്കത്തില്ല. അങ്ങനെ പഠിക്കുന്നവർക്ക് GK കംപ്ലീറ്റ് പഠിച്ചുകൊണ്ട് പോയി മാത്സ് ഇംഗ്ലീഷ് മലയാളം പഠിക്കാത്തവർക്ക് ഒരിക്കലും ജോലി കിട്ടത്തില്ല. അതേപോലെ തന്നെയാണ് HSAയുടെ കാര്യവും HSSയുടെ കാര്യവും. എപ്പോഴും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ജനറൽ സബ്ജക്റ്റ് ആണ്, ജനറൽ പോർഷൻ ആണ്. അതായത് 15 മാർക്കിനുള്ള GK പ്ലസ് കറണ്ട് അഫയേഴ്സ് പ്ലസ് 5 മാർക്കിന്റെ സൈക്കോളജി എന്ന് പറയുന്നത് എല്ലാം ബേസിക് ലെവലിൽ നിന്ന് തന്നെ പഠിക്കണം. ഒരു ഡിഗ്രി ലെവൽ സിലബസ് എത്രത്തോളം നമ്മൾ പഠിക്കുന്നു, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യ എക്കണോമിക്സും, ഇന്ത്യൻ പൊളിറ്റിക്സും, കേരള ഹിസ്റ്ററിയും കേരള ജിയോഗ്രഫിയും കേരള പൊളിറ്റിക്സും കേരള റിനൈസൻസും അങ്ങനെ പോകുന്ന എല്ലാ മേഖലകളിലും കൂടി നമ്മൾ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു 50+ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുവിധം എല്ലാവരും പാർട്ട് ബിക്ക് സ്കോർ ചെയ്യും, കാരണം എല്ലാവരും ടീച്ചർമാരും പഠിപ്പിക്കുന്നവരും വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. ഒരുവിധമുള്ള എല്ലാവരും എല്ലാം ചെയ്യാൻ പറ്റും. ഒരുവിധം ഏകദേശമൊക്കെ സാധാരണ മാർക്ക് തന്നെയായിരിക്കും അവർക്ക് കിട്ടുന്നത്. ബട്ട് ജനറൽ അവരെല്ലാം ബാക്ക്ഔട്ട് ആയിപ്പോ. അപ്പൊ ജനറൽ എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യുന്നോ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് അവിടെ നിശ്ചയിക്കപ്പെടുന്നത്. ഒരു 15+ നിങ്ങൾ സ്കോർ ചെയ്യൂ, മറ്റേതിനൊരു 40+ സ്കോർ ചെയ്യൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, രണ്ടിനും ഒരേപോലുള്ള അല്ലെങ്കിൽ ഒരുപടി മുന്നിൽ GK നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കണം. ആരും ഇമ്പോർട്ടന്റ് കൊടുക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ആ ഒരു രീതിയിൽ പഠിച്ച് മുന്നോട്ട് വരണം. അതിനു മുമ്പ് ഈ 3-4 ദിവസങ്ങൾ കൂടെ ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ ഇത് കണക്കുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ക്ലബ്ബ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് HSA നാച്ചുറൽ സയൻസും HSA ഫിസിക്കൽ സയൻസ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇനിയും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടേ ഉള്ളൂ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിക്കുകയോ ഇതിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം. നമ്മുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഓഫർ 2500 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഓഫർ പ്രകാരം ഉള്ളി 999 ആണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. റെക്കോർഡ് ക്ലാസ് അതുപോലെ തന്നെ അതിന്റെ PDF നോട്ട്സ്, മലയാളത്തിലുള്ള PDF നോട്ട്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ ഗൈഡ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിവിഷൻ ഗൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഉണ്ടായിരിക്കും, ഡെയിലി ആൻഡ് വീക്ക്ലി എക്സാംസ്, ഓരോ ടോപ്പിക് ബേസ്, അതുപോലെ തന്നെ സബ്ജക്ട് ബേസ് ആയിട്ടുള്ള എക്സാമുകൾ, മോഡൽ എക്സാംസുകൾ ഇതെല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ ഒരു 6-7 മാസം നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടിയേ മതിയാവൂ എന്നുള്ള ലെവലിൽ നല്ല ഡിസിപ്ലിനോടുകൂടി, നല്ല ഡെഡിക്കേഷനോടുകൂടി, നല്ലൊരു ഡിറ്റർമിനേഷനോടുകൂടി നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു സ്വപ്ന പോസ്റ്റ് എന്ന് പറയുന്നത് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും, യാതൊരു സംശയവുമില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ, ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.